ഹൈക്കോടതിയിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാമർശം വന്നിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതി വിധിയാണ് അത്. യഥാർത്ഥത്തിൽ ഇന്നലെ ഞങ്ങൾ ചിലർ സൂചിപ്പിച്ചതുപോലെ നല്ല പ്രാധാന്യത്തോടു കൂടി കേരളം ചർച്ച ചെയ്യേണ്ട പരാമർശങ്ങളാണ് ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നടത്തിയത്. കാരണം അന്വേഷണം ഏറ്റവും ശരിയായ രീതിയിലാണ് എന്ന് ഹൈക്കോടതി ആധികാരികമായി തന്നെ വ്യക്തമാക്കി. എന്ന് മാത്രമല്ല, ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ഇല്ല. ഹൈക്കോടതിയാണ് ഇതിന് പൂർണ്ണമായിട്ട് മേൽനോട്ടം വഹിക്കുന്നത്. ഹൈക്കോടതിയിൽ മാത്രമാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നും ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയുണ്ടായി. അതുവരെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പ്രതിപക്ഷ നേതാവിനോടാണ് ചോദിക്കേണ്ടിയിരുന്നത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇത് സമ്മർദ്ദം ചെലുത്തുന്നു, CPM-കാരെ തിരികെ കയറ്റുന്നു എന്നെല്ലാം ആക്ഷേപം പറഞ്ഞ് SITയെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി യഥാർത്ഥ പ്രതികളുടെ ബന്ധങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനും അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരാതിരിക്കാനുള്ള ഒരു സൂക്ഷ്മ ജാഗ്രത അതാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് പ്രകടിപ്പിച്ചത്. ഇന്നിപ്പോൾ മറ്റൊന്നുകൂടി വന്നല്ലോ. ശ്രീ രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. ആ വെളിപ്പെടുത്തൽ വസ്തുതാരഹിതമാണ് എന്ന് ഇപ്പോൾ SIT കണ്ടെത്തിയതായി പറയുന്നു. അപ്പോൾ രമേശ് ചെന്നിത്തല ഒരു പുരാവസ്തു അന്വേഷകൻ എന്തിനു വേണ്ടി കൊണ്ടുവന്നു? ഈ രണ്ട് പ്രതികളെന്നാണ് നേരത്തെ പറഞ്ഞതെങ്കിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർണം കട്ടവർ, സ്വർണം വാങ്ങിയവർ, അതുമായി ബന്ധപ്പെട്ടുമെന്ന് 3 പ്രധാന പ്രതികൾ. ആ 3 പ്രധാന പ്രതികളും ഒന്നിച്ചു വന്നിട്ടുള്ള ഏക ഫോട്ടോ, ഏകാന്ന് പറയാൻ പറ്റില്ല, കാരണം 3 ഘട്ടങ്ങളിൽ ഫോട്ടോയുണ്ട്. അവർ 3 പേരും വന്നിട്ടുള്ള ഫോട്ടോ ശ്രീമതി സോണിയാഗാന്ധിക്കൊപ്പം അടൂർ പ്രകാശും ആന്റണിയും നിൽക്കുന്ന ഫോട്ടോ മാത്രമാണ്. സ്വാഭാവികമായിട്ട് രമേശ് ചെന്നിത്തല സുവമോട്ടോ ഇങ്ങനെ പ്രഖ്യാപനം നടത്തി SITയുമായി മൊഴി നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഇവർ തയ്യാറാകുന്നില്ല? എന്താണ് ഈ ബന്ധം? വിദേശത്ത് ആർക്കാണ് പുരാവസ്തുവിൻ്റെ കടയുള്ളത്? ബെല്ലാരി എന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ത്? എന്നാണ് ഈ പോറ്റി ശബരിമലയിലേക്ക് വരാൻ തുടങ്ങിയത്? ഇപ്പോൾ അടൂർ പ്രകാശ് 2011 ആദ്യത്തെ കൂടിക്കാഴ്ച സോണിയാഗാന്ധിയുമായി നടത്തിയതെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ SITയുടെ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. മാധ്യമങ്ങളെ സംബന്ധിച്ചും ഒരു ഗൗരവമായ വിമർശനം നടത്തി. മാധ്യമ വിചാരണ വേണ്ടതില്ല, ഞങ്ങളാണ് ഇത് മേൽനോട്ടം വഹിക്കുന്നത് എന്ന് ഹൈക്കോടതി പറഞ്ഞു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ മലയാള മനോരമ വളരെ സൂക്ഷ്മമായി അകത്ത് വാർത്ത കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയുടെ വസ്തുതാപരമാണ്, ശരിയായ രൂപത്തിലാണ് എന്ന ഭാഗമൊന്നും ഇല്ലാതെ അന്വേഷണം വേണമെങ്കിൽ 6 മാസത്തേക്ക് കൂടി നീട്ടാം എന്നൊരു ഉൾപേജ് വാർത്തയാണ്. സിംഗിൾ ബെഞ്ച് ഈ കേസുമായി ഒരു ബന്ധവുമില്ലാത്ത ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കേസിൻ്റെ മറ്റ് വിശദാംശങ്ങളൊന്നും പൂർണ്ണമായി പിന്തുടരാത്ത സിംഗിൾ ബെഞ്ചിൻ്റെ ഒരു പരാമർശം 1-ാം പേജിൽ ആഘോഷിച്ചവരും ന്യൂസ് അവറിൽ തുടർച്ചയായി ചർച്ച ചെയ്തവരും ഈ അന്വേഷണത്തിന് തുടക്കം മുതൽ മേൽനോട്ടം വഹിക്കുന്ന ആരാണ് അന്വേഷണത്തിനകത്ത് ടീമിൽ വേണ്ടത് എന്നതുൾപ്പെടെ അന്വേഷണ വിഷയങ്ങൾ സൂക്ഷ്മമായി പിന്തുടരുന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്നു കഴിഞ്ഞപ്പോൾ, അവരുടെ ഈ പരാമർശങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ന്യൂസ് അവറും ചർച്ച ചെയ്തില്ല, ഒരു 1-ാം പേജിലും വന്നില്ല. അതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ചില സംഘടനാ നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കരുത്. അതാണ് ഇതിനകത്ത് കാണുന്നത്. ഒന്നുകൂടി ഇപ്പം ഞാൻ നോക്കുമ്പോൾ മാധ്യമങ്ങളിൽ കാണുകയുണ്ടായി, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിരിയാണിയിൽ സ്വർണം കടത്തിയ സിനിമയിൽ പോലും ചിലപ്പോൾ ബോക്സ് ഓഫീസിൽ തകർന്നടിയേണ്ടതാണ്, ബിരിയാണിയിൽ സ്വർണം കടത്തി എന്നൊക്കെ ആണെങ്കിൽ. പക്ഷെ അതെല്ലാം ഉപ്പ് തൊടാതെ വാരി ഒഴുങ്ങി ചർച്ച നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ ഇന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ന്യൂസ് അവർ ചർച്ച ചെയ്യാൻ പോകുന്നത് അത്തരത്തിലുള്ള കഥകൾ മെനഞ്ഞ ഒരു ഉദ്യോഗസ്ഥനെ ഇന്ന് ED സർവീസിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു. ആ ഉദ്യോഗസ്ഥൻ ഈ കഥ പോലെയുള്ളത് മെനഞ്ഞെടുക്കുന്നതിൽ എന്തെല്ലാം പങ്കുവഹിച്ചിട്ടുണ്ട്, എന്തെല്ലാം ചെയ്തു എന്നുള്ളത് കേരളത്തിലെ ചാനലുകളുടെ ന്യൂസ് അവർ ഇന്ന് ചർച്ച ചെയ്യും. കാരണം അത്രമാത്രം അവരുടെ സമയം നഷ്ടപ്പെടുത്തിയതാണ് ആ അന്വേഷണം. അതിൽ പ്രധാനപ്പെട്ട ഒരാളെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തതായിട്ടാണ് ഇപ്പോൾ മാധ്യമങ്ങൾ വഴി അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ന്യൂസ് അവറിൽ നിങ്ങൾ എല്ലാവരും ഇത് ചർച്ച ചെയ്യുമ്പോൾ കുറേ കൂടി വിവരങ്ങൾ ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.